സോഷ്യൽ മീഡിയയിൽ എന്ത് വിപ്ലവകരമായ ട്രെൻഡ് കൊണ്ടുവരും എന്ന് തലവകുഞ്ഞ് ആലോചിക്കുമ്പോഴാണ് ആ ഫ്രഷ് ഐഡിയ എൻ്റെ തലയിൽ ഉദിക്കുന്നത്. എ ഡേ ഇൻ മൈ ലൈഫ്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന ഒരു നോർമൽ സൈക്കോ ഇൻഫ്ലുവൻസർ അല്ല ഞാൻ. എൻ്റെ വ്ളോഗും എൻ്റെ റീൽസും എൻ്റെ സ്വകാര്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും കാണാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ റീൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ വീഡിയോ ആക്കുമെന്ന ചിന്ത എന്നെ വല്ലാണ്ട് തളർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഐ ആക്ച്വലി ഹാഡ് സംതിങ് ടു ഡു ടുഡേ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഡാൻസ് ഷോ ഉണ്ട്, അതിനാണ് ഈ കെട്ടിയൊരുങ്ങി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ടീം, അത് മസ്റ്റാ. അങ്ങനെ കാനഡയിലെ പച്ചപ്പും ഊഷ്മളതയും ആസ്വദിച്ച് ഞങ്ങൾ അവസാനം അവിടെ എത്തി ഗൈസ്. വണ്ടി പാർക്ക് ചെയ്ത് 2 മിനിറ്റ് നടന്ന് ഞങ്ങൾ ആ ഓൾഡ് ടൗൺ ഹൗസിലെത്തി. ഇൻഫ്ലുവൻസർ എസ്തറ്റിക്കൽ ഡോർ തുറക്കാൻ പോയപ്പോൾ പ്രധാന കവാടം അതല്ലെന്ന് മനസ്സിലായി. ഒന്നിൽ പഴിച്ചാൽ 3 നാണല്ലോ. അങ്ങനെ 3ാമത്തെ ഡോറിൽ മുട്ടി അത് തുറക്കപ്പെട്ടു. സ്റ്റെപ്പ് കയറി നേരെ ചെന്ന് ഷെയിലിനെയും കണ്ട് 3 സെൽഫിയും എടുത്ത് എൻട്രി ബാഡ്ജും വാങ്ങി നേരെ ഹാളിന്റെ അകത്തോട്ട്. തിരക്കിന്റെ ഇടയിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് പിങ്ക് ബാക്ക്ഡ്രോപ്പ് ഇടുന്നത്. അവിടെ പോയി കുറച്ച് എസ്തറ്റിക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നേരെ സീറ്റ് കണ്ടുപിടിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം പരിപാടി തുടങ്ങി. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. 1.5 മണിക്കൂർ നിർത്താതെ ഡാൻസ് കളിക്കുന്ന ഇവരെ സമ്മതിക്കണം. അങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞ് അവളെയും കണ്ട് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. സന്ധ്യയായ ഉഷസായി ഉറക്കം വന്നു. ഗുഡ് നൈറ്റ്. വീണ്ടും ഒരു വീഡിയോയുമായി എപ്പോഴും കാണുമെന്ന് നിങ്ങളുടെ സ്വന്തം ഇൻഫ്ലുവൻസർ ജീൻ.